ഹലോ ഓൾ വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1ൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാണ്. നമ്പർ സിസ്റ്റം ബേസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കൺവേർട്ട് 231.45 ടു ദ ബേസ് 8 ടു ഇക്വലന്റ് ഡെസിമൽ ആൻഡ് ബൈനറി. അപ്പോൾ എന്താണ് ബേസ് 8 ആയിട്ടുള്ള നമ്പറാണ്. ബേസ് 8 എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഒക്ടൽ നമ്പറാണ്. ഈ ഒക്ടൽ നമ്പറിനെ എന്താണ് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഈ ഒക്ടൽ നമ്പറിനെ കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെസിമലിലോട്ടും ബൈനറിയിലോട്ടുമാണ് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ നമ്പർ സിസ്റ്റം പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻസ് എല്ലാം പഠിക്കും. അതായത് ബൈനറി ടു ഡെസിമൽ അല്ലെങ്കിൽ ഡെസിമൽ ടു ബൈനറി, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കൺവേർഷൻസും പഠിക്കും. പക്ഷെ പെട്ടെന്ന് ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഒരുപാട് ടൈമൊന്നും എന്താണ് ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പം സ്പോട്ടിൽ തന്നെ, അതായത് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് മെത്തേഡ്, നമുക്ക് ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ നമുക്ക് ആ പെട്ടെന്ന് ഡിവൈഡ് ചെയ്തിട്ടാണ് പോവേണ്ടത്, ആ ആണ് മെത്തേഡ് എന്ന് നമ്മൾ ഓർക്കണം. അതാണ് നമ്പർ സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കേസാണത്. കാരണം എല്ലാ കൺവേർഷൻസും നമുക്കറിയാം, പക്ഷെ പെട്ടെന്ന് നമുക്ക് ഈ ഒക്ടൽ ടു ഡെസിമൽ എങ്ങനെയായിരുന്നു കൺവേർട്ട് ചെയ്യേണ്ടത്, കുറച്ചൊരു തപ്പലുണ്ടാവും. സോ നമ്മൾ അതിന് ഓർത്തിരിക്കാൻ ഒരു ചെറിയ ഷോർട്ട് കട്ട് എന്ന രീതിയിൽ ഞാൻ പറയാം. ഏതൊരു നമ്പറിനെയും നമുക്ക് ഡെസിമലിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ, അതായത് ഡാഷ് ടു ഡെസിമൽ, ഡാഷ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തോ ആയിക്കോട്ടെ കേട്ടോ. ഇപ്പോൾ അവിടെ ഒക്ടൽ ആയിക്കോട്ടെ, അത് ബൈനറി ആയിക്കോട്ടെ, ഏത് നമ്പറും ആയിക്കോട്ടെ, ആ നമ്പറിനെ നമുക്ക് ഡെസിമലിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ പിന്നിൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് അഡീഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം മൾട്ടിപ്ലിക്കേഷൻ ഏതാണ് അതൊന്നും നോക്കണ്ട. ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു നമ്പറിനെയും ഡെസിമലിലോട്ടാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? തന്നിരിക്കുന്ന നമ്പറിന്റെ ബേസ് വെച്ചിട്ടായിരിക്കണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസായിരിക്കും. പക്ഷേ പെട്ടെന്ന് നമുക്ക് ആ ഡാഷ് ടു ഡെസിമൽ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? അതിന്റെ പിന്നിലെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഡെസിമൽ നമ്പറിനെ ഏതൊരു നമ്പറിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിലും, അതായത് ഡെസിമൽ നമ്പറിനെ ഒരു ഡെസിമൽ എന്ന് ഓർത്താൽ മതി കേട്ടോ. ഈ ഡെസിമൽ നമ്പറിനെ വേറെ ഏതൊരു നമ്പറിലോ, ഡെസിമൽ ടു ബൈനറി ആയിക്കോട്ടെ, ഒക്ടൽ ആയിക്കോട്ടെ, ഹെക്സാഡെസിമൽ ആയിക്കോട്ടെ, കൺവേർഷൻ എങ്ങനെയായിരിക്കും? ഡെസിമലിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിലും നമുക്ക് ഡിവിഷൻ ആയിരിക്കും. ഡെസിമൽ ടു ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡെസിമലിൽ നിന്ന് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിലും ഡിവിഷൻ ആയിരിക്കും. അതായത് തന്നിരിക്കുന്നതിന്റെ ബേസ് വെച്ചിട്ട് എന്തായിരിക്കും? ഡിവൈഡ് ചെയ്ത് പോവായിരിക്കും. അത് നമ്മളിപ്പം 1-2 എക്സാമ്പിൾസ് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അങ്ങ് മനസ്സിലായിക്കോളും. അപ്പം നമുക്ക് എക്സാമിന് ഒരുപാട് ടൈം ഇതിന് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊക്കെ വെയിറ്റേജ് കുറവുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പെട്ടെന്ന് തന്നെ കാണുമ്പോഴേ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് പറയുമ്പോൾ തന്നെ എന്താ, നമുക്ക് പെട്ടെന്ന് ബേസ് വെച്ചിട്ട് ഇൻഡ്യൂ ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്പർ സിസ്റ്റം ക്വസ്റ്റ്യൻസ് എക്സാമിന് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പം ഏറ്റവും ലാസ്റ്റ് അറ്റൻഡ് ചെയ്യാതിരിക്കുക. ഏറ്റവും ലാസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവാം, നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നമ്പർ സിസ്റ്റം ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഫസ്റ്റ് തന്നെ അറ്റൻഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് തന്നിരിക്കുന്ന ഒരു ഒക്ടൽ നമ്പറാണ്. ഈ ഒക്ടൽ നമ്പറിനെ ഡെസിമലായിട്ടും ബൈനറിയിലോട്ടുമാണ് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒക്ടൽ നമ്പർ എന്താണ്? 231.45. അതിനെങ്ങനെ ഡെസിമലിലോട്ട്? മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. എന്തിന്റെ ബേസ് വെച്ചിട്ടായിരിക്കും? നമ്മുടെ ഒക്ടലിന്റെ ബേസ് എത്ര? 8 വെച്ചിട്ട്. സോ നമ്മളിതിനെ കറസ്പോണ്ടിങ് വെയിറ്റ് ഇട്ടിട്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2ന്റെ ഇത് 1ന്റെ മുകളിൽ എന്തായിരിക്കും? 8 raised to 0 വെച്ചിട്ടായിരിക്കും. ദെൻ 3യുടെ മുകളിൽ 1 ആയിരിക്കും, ഇവിടെ 2 ആയിരിക്കും, അങ്ങനെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം 2 ഇൻറ്റു എന്താണ്? 2 ഇൻറ്റു 8 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 8 raised to 1 പ്ലസ് 1 ഇൻറ്റു 8 raised to 0. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള എന്തായിരിക്കും? -1 ഉണ്ടാവും, -2 ഉണ്ടാവും, അങ്ങനെ ആയിരിക്കും കറസ്പോണ്ടിങ് ആയിട്ട് അങ്ങനെ അങ്ങ് പോകും. -2. അപ്പോൾ എന്താണ്? 4 ഇൻറ്റു 8 raised to -1 പ്ലസ് 5 ഇൻറ്റു 8 raised to -2. നമ്മളിത് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിൽ എന്തായിരിക്കും? ആൻസർ കിട്ടുന്നത് എന്തിലായിരിക്കും? ബൈനറിയിലായിരിക്കും. ഡെസിമലിലായിരിക്കും. അപ്പോൾ ഏതൊരു നമ്പറിനെയും ഡെസിമലിലോട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഓർത്താൽ മതി? മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. അങ്ങനെ ഓർത്താൽ മതി. മൾട്ടിപ്ലിക്കേഷൻ ഉദ്ദേശിച്ചാൽ നമ്മുടെ ഇതിനകത്തെ കൺവേർഷനകത്ത് ഇങ്ങനെ ബേസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. ഇതാണ് നമ്മുടെ നമ്പർ സിസ്റ്റത്തിലെ കൺവേർഷൻ. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഒക്ടലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഒക്ടലിനെ ബൈനറിയിലോട്ടോ കൺവേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ബൈനറി ഒക്ടൽ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇതിനകത്ത് ഒരുപാട് ഇതില്ല, പക്ഷെ അതിൻ്റെ ഒരു രീതി അനുസരിച്ച് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. പിന്നെ എക്സാമിന് എപ്പോഴും പോയിന്റ് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് അങ്ങനെയുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പം 231 ടു ദ ബേസ് 8 എന്ന് പറയില്ല. അല്ലെങ്കിൽ മൈനസ് വെച്ചിട്ട് ഉള്ള വാല്യൂസ്, അതായത് സൈൻഡ് നമ്പറും അൺസൈൻഡ് നമ്പറും ആ നമ്പേഴ്സ് വെച്ചിട്ടൊക്കെ ആയിരിക്കും. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തരാൻ സാധ്യത കുറവാണ്. അടുത്ത എന്താണ്? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഒക്ടലാണ്. അപ്പോൾ ഒക്ടലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഒക്ടൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേനും
ബൈനറി നമ്പേഴ്സ് എന്തായാലും നമ്മൾ പഠിച്ചു വെച്ചേക്കാം. ബൈനറിനെ ഒക്ടൽ നമ്പർ ആയതുകൊണ്ട് തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ 5ന്റെ ബൈനറി എടുക്കുക, ആ ബൈനറിയുടെ കറസ്പോണ്ടിങ് 3 നമ്പേഴ്സ്, അതായത് ഇത് ഒക്ടൽ ആയതുകൊണ്ട് നമ്മൾ എന്താ എഴുതും, 5 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 101 എന്ന് എഴുതാം, 101 എന്ന് എഴുതാം. ബൈനറി ഇത് ഒക്ടൽ ആയതുകൊണ്ടാണ് നമ്മൾ 3 പ്ലേസ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഹെക്സാഡെസിമൽ ആയിരുന്നെങ്കിൽ 5ന് നമുക്ക് 0101 എന്ന് പറഞ്ഞിട്ടായിരിക്കും ബൈനറിയിലോട്ട് റെപ്രസെന്റ് ചെയ്യുക. സോ ഒക്ടൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ 3 ഡിജിറ്റ് ഉള്ള ബൈനറി ആയിട്ട് എഴുതുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് നമ്മുടെ ഈ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒക്ടൽ നമ്പർ ആയതുകൊണ്ട് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി റെപ്രസെന്റേഷൻ, 3 ഡിജിറ്റ് ബൈനറി റെപ്രസെന്റേഷൻ. അപ്പോൾ 5 നമുക്ക് എന്ത് എഴുതാം, 101. 4 എന്താണ്, ഈ 4 ആണ് ഈ എഴുതിയിരിക്കുന്നത്. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100. 4 1നെ നമുക്ക് എങ്ങനെ എഴുതാം, 001. 001 എന്നല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ 3 എങ്ങനെയാണ്, 011 എന്ന് എഴുതി. 2ന് നമുക്ക് എങ്ങനെ എഴുതാം, റെപ്രസെന്റ് ചെയ്യാം 3 ഡിജിറ്റ് ആയിട്ട്, 010. അപ്പം എങ്ങനെയായി, ബൈനറിനെ നമ്മൾ എന്തായി, നമ്മൾ ഒക്ടലിനെ എങ്ങോട്ട് റെപ്രസെന്റ് ചെയ്തു, ബൈനറി റെപ്രസെന്റ് ചെയ്തു. അപ്പം ഇങ്ങനെയാണ് ഒരു ബൈനറി, അതായത് ഒരു ഒക്ടൽ നമ്പറിനെ ഡെസിമലിലോട്ടും ബൈനറിലോട്ടും കൺവേർട്ട് ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഏതൊരു നമ്പറിനെയും ഡെസിമലിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ അതിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഡെസിമൽ നമ്പർ നമുക്ക് തന്നിട്ട് അതിനെയാണ് ഏതൊരു പൊസിഷനിലോട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ അതിനകത്ത് നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക, ഡിവിഷൻ ആയിരിക്കും. നമുക്കത് ഇനി വരുന്ന എക്സാമ്പിളിൽ നമുക്ക് നോക്കാം. ഇത് എന്തായാലും നിങ്ങൾ നോക്കി പഠിച്ചിട്ട് പോകരുത്, ഇത് വർക്കൗട്ട് തന്നെ ചെയ്ത് തന്നെ പഠിക്കണം. ചെയ്ത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്പർ സിസ്റ്റം നമുക്ക് ഇതാവത്തില്ല, തറവാവത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കൺവേർഷൻസ് എല്ലാം തന്നെ ചെയ്ത് നോക്കണം. പിന്നെ ഒരുപാട് ചെയ്ത് കോംപ്ലിക്കേഷൻ ആക്കരുത്, ആ രീതിക്ക് മാത്രം ചെയ്ത് നോക്കുക. പിന്നെ കൂടുതലും പോയിന്റ് വരുന്ന നമ്പേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സ്, അതൊക്കെ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതും ഒരു കൺവേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കൺവേർട്ട് എന്താണ്, 75 to the base 10 to binary. എന്താ തന്നിരിക്കുന്നത്, നമുക്ക് എന്താണ്, ഒരു ഡെസിമൽ നമ്പർ ആണ് തന്നിരിക്കുന്നത്. ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം, ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഒരു ഡെസിമൽ നമ്പർ എങ്ങനെ കൺവേർട്ട് ചെയ്യും. ഒരു ഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിനകത്ത് ഓപ്പറേഷൻ വരിക, ഡെസിമലിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിലും ഡിവിഷൻ ആയിരിക്കും അവിടുത്തെ നടക്കുന്ന ഓപ്പറേഷൻ, അത് ഓർത്ത് വെച്ചേക്കാം. സോ 75 ബൈനറിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ എന്ത് വെച്ചിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്, ബൈനറിയുടെ ബേസ് വാല്യൂ എത്രയാണ്, 2. സോ ഈ ഡെസിമലിനെ ഈ 2 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. എങ്ങനെ നമുക്ക് നോക്കാം. സോ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ഇവിടെ ആൻസർ ഓൾറെഡി തന്നിട്ടുണ്ട്, നമുക്ക് ആൻസറിലോട്ട് എങ്ങനെ എത്തുന്നു നോക്കാം. ഓക്കെ, 75 ഇത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. 75 എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാനാണ്, ബൈനറി. സോ നമ്മൾ ബൈനറി വാല്യൂ ആയതുകൊണ്ട് 2 വെച്ചിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യും. 75 2 എത്രയാണ്, 37. 37 into 2 എത്രയാണ്, 74 ആണ്. സോ എന്തുണ്ട്, ഒരു ക്യാരി ഉണ്ട്, ദാറ്റ് ഈസ് 1, ക്യാരി 1 ആണ്. അടുത്ത എന്താണ്, നമ്മൾ 2 വെച്ച് അതിനെയും ഡിവൈഡ് ചെയ്യും. സോ 18 into 2 എത്രയാണ്, 18 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്, 36 ആണ്. 36ന് എന്തുണ്ട്, ക്യാരി ഉണ്ട്, ക്യാരി 1 എഴുതി. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, 2 വെച്ച് ചെയ്യുമ്പോഴത്തേനും 2 into എത്രയാണ്, 9 into 2 എത്രയാണ്, 18 ആണ്. 9 into 2 18 ആണ്, ക്യാരി ഒന്നുമില്ല. സോ നമ്മൾ എന്തെഴുതി, 0 എന്ന് എഴുതി. അതിനുശേഷം എന്താണ്, പിന്നെയും 2 വെച്ചിട്ടാകുമ്പോൾ 4 into 2 എത്രയാണ്, 8 ആണ്. ക്യാരി ഉണ്ട് 1. സോ 1 നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തു. അടുത്ത എത്രയാണ്, 2 വെച്ചിട്ട് 2 ആണ്. 2 into 2 എത്രയാണ്, 4 ആണ്. 4ന് ക്യാരി എന്തെങ്കിലും ഉണ്ടോ, ഇല്ല, 0 ആണ്. ഇത് ബൈനറി ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് 1 വരെ നമ്മൾ ചെയ്യണം. 2 ആണ്. 1 into 2 2 ആണ്. സോ എത്രയാണ്, 0. ഇത് നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്, താഴേന്ന് മുകളിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അത് മറന്നു പോകരുത്, ഇൻക്ലൂഡിങ് ദിസ്. സോ ആൻസർ ശരിയാണോ, 1 0 0 1 0 0 1 0 1 1 1 0 1 1. ഇതാണ് എന്ത്, കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ. മനസ്സിലായല്ലോ. അപ്പം നമ്മൾ എന്താണ്, 75 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പറിനെ കറസ്പോണ്ടിങ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തു. ആൻസർ ശരിയാണോ, 1 0 0 1 0 1 1. ഓക്കെ, ശരിയാണ്, നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ചെയ്ത് തന്നെ നോക്കണം.
അപ്പം ഏതൊരു നമ്പർ നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽ ആണ്. ഡെസിമൽ നമ്പറിനെ കൺവേർഷൻ ചെയ്യുമ്പോൾ എന്തായിരിക്കണം ചെയ്യേണ്ടത്? ഡെസിമൽ നമ്പറിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവിഷൻ ആയിരിക്കും അതിനകത്ത് നടക്കുക. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അപ്പോഴേക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഇത് ഏത് നമ്പർ കൺവേർഷൻ ആണെന്ന് ഓർത്തോളും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായല്ലോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അതും ഒരു കൺവേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ കൺവേർഷൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് തന്നെ നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കറക്റ്റ് ആൻസറിലോട്ട് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ബൈനറി ഒക്കെ ഈ 1 0 ഒരെണ്ണം മാറിക്കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ ഒരു ആൻസർ ഫുള്ള് തെറ്റായി പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടി വേണം നമ്മൾ ഈ നമ്പർ സിസ്റ്റം അറ്റൻഡ് ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 147 ടു ദ ബേസ് 10. നമുക്കിതിന്റെ പോയിന്റഡ് വാല്യൂസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. കൺവേർട്ട് എന്താണ്? 147 to the base 10 to hexadecimal. ഇതും എന്താണ് തന്നിരിക്കുന്നത്? എന്താണ്? ഒരു ഡെസിമൽ നമ്പർ ആണ്. ആ ഡെസിമലിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഹെക്സാഡെസിമലിലോട്ടാണ് കൺവേർട്ട് ചെയ്യാൻ. ഡെസിമൽ ടു ഡാഷ് എന്ന് വെച്ചാൽ എന്താണ്? ഡിവിഷൻ ആണ്. സോ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് 93. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 147 എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഡെസിമൽ നമ്പർ ആണ്. ഈ ഡെസിമൽ നമ്പറിനെ നമുക്ക് ഹെക്സിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ഡിവൈഡ് ചെയ്യേണ്ടത് ഹെക്സാഡെസിമലിന്റെ ബേസ് എത്രയാണ്? 16. സോ 16 വെച്ചിട്ടായിരിക്കണം നമുക്ക് ഈ ഡെസിമലിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. ബൈനറി ആയതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ഇതിന് പകരം ഒക്ടൽ ആയിരുന്നെങ്കിൽ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്തതാണ്? 8 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതാണ്. ഒക്ടലിന്റെ ബേസ് എത്രയാണ്? 8. സോ അത് മറന്നു പോരുത്. സോ 147 ഡിവൈഡ് ബൈ 16 ഇത് നമുക്ക് ചെയ്ത് നോക്കുമ്പം 9 കിട്ടും. സോ 9 into 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 144 ആണ്. 144 വരുമ്പം 3 ആയിരിക്കും ക്യാരി എത്ര വരും? 3. ഇനി ഇതിനകത്ത് ഡിവിഷൻ പോസിബിൾ ആണോ? അല്ല. സോ നമ്മൾ ആൻസർ എഴുതും. ഇങ്ങനെയാണ് എഴുതേണ്ടത്. സോ ആൻസർ എത്രയാണ്? 93. 93 എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ഫോമാണ്? 93 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സാഡെസിമൽ ആണ്. അതായത് 147നെ നമുക്ക് 93 ആയിട്ടായിരിക്കും ഹെക്സാഡെസിമലിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. മനസ്സിലായല്ലോ? സിമ്പിൾ ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. ഇതൊക്കെ എന്തായാലും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ തെറ്റാൻ സാധ്യത കൂടുതലാണ്. ഇതെന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് 3 മാർക്കിന് ചോദിക്കാം. തെറ്റാൻ സാധ്യത കൂടുതലായിരിക്കും. സോ ചെയ്യേണ്ടത് നിങ്ങൾ എഴുതി തന്നെ ചെയ്യണം. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ സിസ്റ്റം ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഡെസിമൽ പാർട്ട് ഉള്ള ഒരു നമ്പറാണ്. ഓക്കെ, നമുക്ക് എന്താ നോക്കാം. കൺവേർട്ട് 12.375 ടു ദ ബേസ് 10 ടു ബൈനറി ആൻഡ് ഒക്ടൽ. തന്നിരിക്കുന്ന ഏതാണ്? നമ്മുടെ ബേസ് 10 ആയിട്ടുള്ള ഒരു ഡെസിമൽ നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? ഒരു ഡെസിമൽ നമ്പറാണ്. പക്ഷെ ഇതിന് എന്തുണ്ട്? ഡെസിമൽ പാർട്ടുണ്ട്, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള പാർട്ടുണ്ട്. അതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ബൈനറിയിലോട്ടും ഒക്ടലിലോട്ടും കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമുക്കൊരു ഡെസിമൽ നമ്പറിനെ വേറെ ഏതൊരു നമ്പറിലോട്ടും കൺവേർട്ട് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ എന്താണ്? ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്? 12.375 12.375. ഇതിനകത്ത് നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് അവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് ഈ 12 ചെയ്യാം. 12നെ ആദ്യം കറസ്പോണ്ടിങ് എന്താക്കാം? ബൈനറി ആക്കാം. കറസ്പോണ്ടിങ് ബൈനറി നമുക്ക് എങ്ങനെ ആക്കാൻ പറ്റുന്നത്? 12 ബൈനറി ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടത്? 2 വെച്ചിട്ട്. ബൈനറിയുടെ ബേസ് 2 ആണ്. സോ 12/2 എന്താണ്? 6 ആണ്. 6 into 2 എന്ന് പറഞ്ഞാൽ 12 ആണ്. ക്യാരി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ എന്തെഴുതി? 0 എഴുതി. അടുത്ത എന്താണ്? 2 വെച്ച് ചെയ്യുന്നു. 3 into 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. ക്യാരി ഉണ്ടോ? ക്യാരി ഒന്നും ഇല്ല. 0 എന്ന് എഴുതി. അടുത്തത് എന്താണ്? 2 വെച്ചിട്ട് 1 into 2 എന്ന് പറയുന്നതാണ് 2. ക്യാരി ഉണ്ടല്ലോ 1. സോ എന്താണ്? 12ന്റെ ബൈനറി എന്താ നമുക്ക് കിട്ടി. ഇത് എഴുതുന്നത് എങ്ങനെയാണ്? താഴേന്ന് മുകളിലോട്ടാണ് എഴുതുന്നത്. അത് മറന്നു പോവരുത്. ഓക്കെ, അപ്പം 12ന്റെ ബൈനറി എത്രയാണ് നമുക്ക് കിട്ടിയത്? 1 1 0 0. 12ന്റെ ബൈനറി പോർഷൻ നമുക്ക് കിട്ടി. ഇനി എന്താ ഉള്ളത്? ഇനി നമുക്കിനകത്ത് എന്തുണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ടൊരു വാല്യൂം കൂടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് പോയിന്റ് എത്രയാണ്? 375. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് എല്ലാം നമ്മൾ എന്താ ചെയ്യണേ? മൾട്ടിപ്ലിക്കേഷൻ. അതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്ന നോക്കാം. ഇതിപ്പോൾ എങ്ങോട്ടേ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന? ബൈനറിയിലോട്ടാണ്. നമുക്കപ്പോൾ ബൈനറി ആയതുകൊണ്ട് എന്താ? ബേസ് 2 വെച്ചിട്ടാണ്. സോ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം എന്താണ്? 0.375 0.375 into 2 ചെയ്യുമ്പം കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് കിട്ടുന്നത് 0.75 എന്നാണ്. 0.75
0.75. ഇനി അടുത്ത എന്ത് വെച്ചാണ് ഈ 0.75 into 2 ആണ് ചെയ്യേണ്ടത്. 0.75 into 2. 0.75 into 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരും? 1.5 എന്ന് കിട്ടും. 1.5. ഇനി ഈ 0.5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 0.5 into 2. 0.5 into 2 എത്രയാണ്? 1 ആണ്. ഓക്കെ, അത് 1 എന്ന് പറഞ്ഞാൽ 1 നമുക്ക് ഡെസിമൽ എഴുതും 1.0. ഇതിൽ എഴുതുമ്പോഴത്തേനും ഒരു ഇതുണ്ട്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ പാർട്ടുകൾ, അതായത് ഇൻറ്റീജർ പാർട്ടുകളായിരിക്കണം കൺസിഡർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇൻറ്റീജർ പാർട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ആ ഇൻറ്റീജർ പാർട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് എഴുതേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? നമ്മൾ 011 എന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതും? അപ്പം നമുക്ക് ഓൾറെഡി 12ന്റെ ബൈനറി കിട്ടി. 12ന്റെ ബൈനറി എങ്ങനെ? താഴേന്ന് മുകളിലോട്ടാണ്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ളതിന് നമ്മൾ എഴുതുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്, മറന്നു പോകരുത്. അപ്പോൾ 1100 പോയിന്റ് എന്താണ്? 011. ഇതാണ് എന്ത്? 12.375 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ ബൈനറി ഫോമാണ് 1100.011. മനസ്സിലായല്ലോ? എളുപ്പമല്ലേ? അതായത് എന്താ ചെയ്ത? 12നെ ആദ്യം നമ്മൾ കറസ്പോണ്ടിങ് ബൈനറി ആക്കി അത് എടുത്തെഴുതാൻ വരെ, അതായത് നമ്മുടെ ഈ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഇപ്പൊ എടുത്തെഴുതിയതിൽ മാറിപ്പോയി, എന്നാലും ഫുൾ മാർക്കല്ല, എന്നാലും കുറച്ച് മാർക്കേ കട്ടാവുള്ളൂ. പക്ഷേ എങ്കിലും നമുക്ക് അങ്ങനെ മിസ്റ്റേക്കും വരാൻ പാടില്ല. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഇപ്പം ഇപ്പം കാൽക്കുലേറ്ററിലാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഈ കാൽക്കുലേഷൻസ് എഴുതണം. കാൽക്കുലേറ്റർ ഇപ്പം നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് അങ്ങ് എഴുതി കാണുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എടുത്തെഴുതുമ്പോൾ ചിലപ്പം തെറ്റിപ്പോയെന്ന് വരും. അങ്ങനെ ഇപ്പോൾ തെറ്റിപ്പോയാലും ഇപ്പം നോക്കുന്നവർക്ക് മനസ്സിലാവണ്ടേ നിങ്ങളിപ്പോൾ ഈ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം ഇങ്ങനെ തെറ്റിയാലും വലിയ മാർക്ക് കുറയില്ല എടുത്തെഴുതുമ്പം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. കാരണം ഈ 0യും 1ഉം ആകുമ്പോഴത്തേനും മിക്കവാറും ആൾക്കാർ എടുത്തെഴുതുമ്പം തെറ്റിപ്പോവും. ഓക്കെ, പിന്നെ കാൽക്കുലേഷൻസ് ഒക്കെ കുറേ ചെയ്തൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ 1's കോംപ്ലിമെന്റ് 2's കോംപ്ലിമെന്റ് അങ്ങനെ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് ഇനി 1ഓ 0 എവിടെയെങ്കിലും തെറ്റിപ്പോയോ. അതുകൊണ്ട് ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആയി എന്ന് ഉറപ്പായിട്ടേ നിൽക്കാവുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് എന്തായാലും ഇനി ലാസ്റ്റ് ഒന്നും കൂടെ നോക്കാം. ഒരു കാരണവശാലും നമ്പർ സിസ്റ്റത്തിന്റെ കേസിൽ ലാസ്റ്റ് ഒന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം എന്ന് വിചാരിക്കരുത്. ലാസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ 0സും 1സും ഒക്കെ കാണുമ്പോഴത്തേനും ചിലത് മിസ്റ്റേക്ക് ആണോ, ഇനിയിപ്പോൾ സൈൻഡ് നമ്പർ ഒക്കെ പറയും, അപ്പോൾ 0 വന്നു 1 ആണോ, അപ്പോൾ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ആവാം എന്ന് നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ തോന്നും. അങ്ങനെ ചിലപ്പോൾ പിന്നെയും തെറ്റാകാം. അതുകൊണ്ട് ചെയ്യുന്ന സമയം പക്കയായിട്ട് ചെയ്തു പോവാം. ഓക്കെ, നമുക്ക് അടുത്ത ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇതിനെ ബൈനറിയിലോട്ട് മാത്രമാണോ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? അല്ല, ഇതിനെ എങ്ങോട്ടൂടെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഒക്ടൽ ഫോമിലോട്ടൂടെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ പോയിന്റ് ഉള്ള ഏത് നമ്പർ കിട്ടിയാലും നിങ്ങൾക്ക് കൺവേർഷൻ പഠിച്ചു വെച്ചേക്കണം. മെയിൻ പോയിന്റ് വരുന്ന വാല്യൂസും പിന്നെ അല്ലാതെ നെഗറ്റീവ് സൈൻ വരുന്ന വാല്യൂവും കൂടെ ഉണ്ട്. ഓക്കെ, ഇപ്പം നോക്കിയാൽ ഈ 12.375 എങ്ങനെ ആയിരിക്കും? ഇപ്പൊ നമ്മൾ കണ്ട സ്ഥിതിക്ക് എങ്ങനെയാണ്? ഇപ്പൊ 12 ഒക്ടലാണ്. സോ നമുക്ക് 12 നമ്മുടെ വാല്യൂ എത്രയാണ്? 12.375 എന്നാണ് വാല്യൂ. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം ഈ 12നെ ആദ്യം എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം? ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഡെസിമലിനെ ഏത് ഫോമിലോട്ടും, ഡെസിമലിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിലും ഡിവിഷൻ ആയിരിക്കും. സോ 12 എന്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? 8 വെച്ചിട്ടായിരിക്കും. 1 into 8 ആണ് 8. പിന്നെ എത്രയുണ്ട്? ക്യാരി എത്രയുണ്ട്? 4 ആണ്. സോ 14 ആണ് എന്ത് കറസ്പോണ്ടിങ് ആയിട്ട് 12ന്റെ ഒക്ടൽ എന്ന് പറയുന്ന 14 നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലേ? 14. ഇനി അടുത്ത എത്രയുണ്ട്? 0.375. 0.375 into എന്താണ്? എങ്ങോട്ടാ കൺവേർട്ട് ചെയ്യേണ്ടത്? ഒക്ടലിലോട്ടാണ്. സോ into 8 ആയിരിക്കും. into 8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.0 എന്നായിരിക്കും. 3.03 എന്നാണ് കിട്ടുക. സോ നമുക്ക് എന്താ എടുക്കേണ്ടത്? ഈ ഇൻറ്റീജർ പാർട്ട് ഈ ഒന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ 0 വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ 0 into 8 എത്രയാണ്? 0 തന്നെ ആയിരിക്കും. സോ എന്തായിരിക്കും? 14.3. ഈ 3 ആണ് ഇങ്ങോട്ട് എടുത്തെഴുതിയിരിക്കുന്നത്. സോ 14.3 ആയിരിക്കും ഏതിന്റെ? 12.375ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതിനൊരു കാര്യം ചെയ്യും. നിങ്ങൾ ഇതിനെ ഇപ്പോൾ ബൈനറി ഒക്ടലിലോട്ടും കൺവേർട്ട് ചെയ്തു. ഇതിനെ ഹെക്സാഡെസിമലിലോട്ടും കൂടെ കൺവേർട്ട് ചെയ്യുക. അത് നിങ്ങൾ തന്നെ കൺവേർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു നമ്പർ ഞാൻ ഇപ്പൊ 1-2 എക്സാമ്പിൾസേ കാണിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ കൺവേർഷൻസ് എല്ലാ ടൈപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഡൗട്ട് ഉള്ളത് ചോദിച്ചാൽ മതി.
ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഇതുവരെ എന്താ നോക്കിയത്? കൺവേർഷൻ, നമ്പർ സിസ്റ്റത്തിനകത്ത് കൺവേർഷന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. പെർഫോം ദ ഫോളോയിങ് ഓപ്പറേഷൻസ്. പെർഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? A5C to the base 16 plus 8E4 to the base എന്താണ് 16. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു ഹെക്സാഡെസിമൽ നമ്പറിന്റെ അഡീഷൻ ആണ്. ഓക്കെ, അപ്പം അഡീഷൻ ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം ഇത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇതിനകത്ത് ആൻസർ ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഈ ഒരെണ്ണം ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം. ഓക്കെ, അതിനുശേഷം ഈ കാണുന്ന അടുത്ത രണ്ടാമത്തെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. നമുക്കപ്പോൾ നോക്കാം. അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടത്? ഹെക്സാഡെസിമൽ നമ്പർ ആയതുകൊണ്ട് തന്നെ എക്ക്, അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, എ മുതൽ എഫ് വരെ, അതായത് ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേന് എന്താണ് 0 to 9 വരെ അത് ഇൻറ്റീജർ പാർട്ട് 0 to 9 ആണ്. 0 to 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? എ ടു എഫ്, എ മുതൽ എഫ് വരെയാണ് നമ്മുടെ എന്ത് ഹെക്സാഡെസിമൽ നമ്പേഴ്സ്. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. സോ എന്ത് ചെയ്യണം? അതിനുശേഷം എക്ക് കറസ്പോണ്ടിങ് എന്താണ്? എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? 10, ബിക്ക് 11, സി 12, ഡി 13, ഇ 14, എഫ് 15. അപ്പൊ മൊത്തത്തിൽ എന്താണ്? 0 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം? ഹെക്സാഡെസിമൽ നമ്പേഴ്സിൽ ഉണ്ടാവുക. ഇനി ഈ ഹെക്സാഡെസിമൽ നമ്പേഴ്സിന്റെ അഡീഷൻ എങ്ങനെയാ നമുക്ക് നോക്കിയാലോ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി? A5C, A5C പ്ലസ് എത്രയാണ്? 8E4, 8E4. ഇതെങ്ങനെയാ നമുക്ക് നോക്കാം. സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് വാല്യൂ എത്രയാണ്? സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 12 ആണ്. 12 പ്ലസ് 4. അപ്പൊ ഫസ്റ്റ് കേസ് എന്താ വരിക? 12 പ്ലസ് 4. 12 പ്ലസ് 4 എത്രയാണ്? 12 പ്ലസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെക്സാഡെസിമലിൽ ഉണ്ടോ അങ്ങനെ ഒരു വാല്യൂ? നമുക്ക് എന്തേ ഉള്ളൂ? 15 വരെ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ചോണം ഈ ഒരു കണക്ക്. നമുക്ക് 15 വരെ ഉള്ളൂ. 0 മുതൽ 9, പിന്നെ എ മുതൽ എഫ് വരെ, അതായത് 15 വരെ നമുക്ക് ഹെക്സാഡെസിമലിൽ ഉള്ളൂ. സോ 16നെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 16നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. ഹെക്സാഡെസിമൽ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ 16 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 into 16 എന്ന് എഴുതിക്കൂടെ? 1 into 16, ഒരു 16 പോയി. 1 into 16 പ്ലസ് എന്താണ്? പ്ലസ് 0 ഈക്വൽ ടു എത്രയാണ്? 1 into 16 പ്ലസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 16 എന്ന് കിട്ടും. ഇതിനകത്ത് അപ്പം നമ്മളെ 0 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എന്ത് ആഡ് ചെയ്യുമ്പം ഈ 1 എന്ന് പറയുന്നത്, അതായത് 1 into 16, ഈ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാരിയാണ്. അതായത് നമുക്ക് ശിഷ്ടം പോകത്തില്ലേ? ഈ 1 എന്ന് പറയുന്നത് തൊട്ടടുത്ത നമ്പറിന്റെ മുകളിൽ നമ്മൾ ക്യാരി ആയിട്ട് ഇട്ടു. എത്രയാണോ ആഡ് ചെയ്ത്, ഈ 16 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ ആണ്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെക്സാഡെസിമലിലെ വാല്യൂ ഉണ്ടല്ലോ. 1 into 16 പ്ലസ് 0 ആണ് എന്ത്? 16. സോ ഈ 0 എന്ന് പറയുന്നതായിരിക്കും എന്ത്? ഇതിന്റെ ആൻസർ എന്ന് വെച്ചാൽ ഇതായിരിക്കും ഇതിനകത്തെ ആൻസർ. 0 എന്ന് എഴുതി. ഓക്കെ, അപ്പം 0 എന്ന് എഴുതി. ഈ കാണുന്ന 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ 1 എന്ന് പറയുന്നതായിരിക്കും ക്യാരി ആയിട്ട് നമ്മൾ തൊട്ടടുത്ത നമ്പറിലോട്ട് കൊടുത്തു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അടുത്തൊരു നമ്പറും കൂടെ ആകുമ്പോഴത്തേനും ഇത് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ നമുക്ക് ആദ്യം എന്താണ്? C plus 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 എന്ന് കിട്ടി. ഈ 16 എന്ന് കിട്ടിയതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു? 1 into 16 plus 0 എന്ന് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ആ 1 into 16 plus 0ക്കകത്തെ 0 എന്ന് പറയുന്നത് ആൻസറും ആ 1 into 16 ഉണ്ടല്ലോ അതിനകത്തെ 1 എന്ന് പറയുന്നതായിരിക്കും എന്ത്? ക്യാരി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? 5 plus 1 plus e എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14. അപ്പൊ 14 plus 5 എത്രയാണ്? 14 plus 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19. 19 plus 1 എത്രയാണ്? 19 plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. ഓക്കെ, 19 plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. നമുക്ക് എഴുതാമേ 20. അപ്പൊ നമുക്ക് എത്ര കിട്ടിയത്? 20 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 20നെ നമുക്ക് എങ്ങനെ? 1 into 16 എന്ന് എഴുതാം. 16 ആണല്ലോ ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഹെക്സാഡെസിമൽ ആണ്. അതുകൊണ്ട് തന്നെ 1 into 16 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 പ്ലസ് എത്രയാണ്? 16 പ്ലസ് 16ന്റെ കൂടെ എത്രയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 20 കിട്ടുക. 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ് അല്ലേ? 1 into 16 പ്ലസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 20 എന്ന് കിട്ടും ആൻസർ. അപ്പം ഇതിനകത്ത് എത്രയായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. സോ 4 നമ്മൾ എവിടെ എഴുതി? ഇവിടെ എഴുതി.
ഓക്കെ, 4 നമ്മൾ ഇവിടെ എഴുതി. ഈ 1 എന്ന് പറഞ്ഞ എന്താണ്? 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാരി ശിഷ്ടം, അത് നേരെ എങ്ങോട്ടേക്ക് പോയി? എയുടെ മുകളിലോട്ട് പോയി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 4 എന്ന് പറയുന്നത് ആൻസർ ആയിട്ട് നമ്മൾ ഇവിടെ എഴുതി. ഈ 1 എന്ന് പറയുന്നത് തൊട്ടടുത്ത ഡിജിറ്റിലോട്ട് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ 20നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു? 1 4 എന്ന് പറഞ്ഞിട്ട് ഹെക്സാഡെസിമലിൽ റെപ്രസെന്റ് ചെയ്തു. 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഹെക്സാഡെസിമലിന്റെ നമ്പർ എന്ന് പറയുന്നത് 414 എന്നായിരിക്കും. ഓക്കെ, അതിനകത്ത് 1 എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ശിഷ്ടമായിരിക്കും. 4 എന്ന് പറയുന്നത് ആൻസർ ആക്കി എടുത്തു. ഓക്കെ, ഇനി അപ്പം അടുത്ത എന്താണ്? എ ഉണ്ട്, 1 ഉണ്ട്, 8 ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. അപ്പം എ എന്ന് പറഞ്ഞാൽ 10 + 8 എത്രയാണ്? 18. 18 + 1 എത്രയാണ്? 19. അപ്പൊ എത്രയാണ്? 19. ഇനി എത്ര വരുവാ? 19. 19 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 1 × 16. 1 × 16 എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 തന്നെ. 1 × 16 പ്ലസ് എത്രയാണ്? +3 ആണ്. +3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 19 ആണ്. 1 × 16 + 3 എന്ന് പറയുന്നത് എത്രയാണ്? 19 ആണ്. അപ്പം ഇതിനകത്ത് എന്താണ്? 3 എന്ന് പറയുന്നതായിരിക്കും ആൻസർ. 3 എന്ന് പറയുന്നത് ആൻസർ ആയിരിക്കും. 1 എന്ന് പറഞ്ഞ തൊട്ടടുത്ത നമ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ 1 എവിടെ എഴുതും? ഇവിടെ എഴുതും. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് ഹെക്സാഡെസിമൽ നമ്പർ എത്ര കിട്ടിയേ? 1340. ഈ 1 ഉം 3 ഉം 4 ഉം 0 ഉം ഒക്കെ ഹെക്സാഡെസിമലിൽ ഉള്ളതല്ലേ, അല്ലേ? അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യണത്? ഹെക്സാഡെസിമൽ നമ്പറിന്റെ അഡീഷൻ ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു നമ്പറിന്റെയും കൂടെ നോക്കാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ വേറെ തരാം. ഓക്കെ, അടുത്തൊരു നമ്പറും കൂടി ഇതിനകത്ത് കിടപ്പുണ്ടല്ലോ, അതും കൂടെ ഞാൻ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇങ്ങനെയുള്ള നമ്പേഴ്സ് നിങ്ങൾ എന്തായാലും നോക്കണം കേട്ടോ. എക്സാമിന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കണം. അടുത്ത ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് ആൻസർ നോക്കാം. എ ഡി ഡി പ്ലസ് ഡി എ ഡി. നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ചെയ്തു പോകണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് നോക്കണം. ഓക്കെ, ഡി പ്ലസ് ഡി. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 13. 13 + 13 എത്രയാണ്? 26. ഓക്കെ, 26. 26നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 26നെ നമുക്ക് 1 × 16. 16ന്റെ ടേമിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. 1 × 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 തന്നെ. 16 + 10 + 10 എന്ന് പറയുന്നത് എത്രയാണ്? 26. നമുക്ക് ഈ 10 എന്ന് ഇങ്ങനെ എഴുതാൻ പറ്റുമോ ഇവിടെ? 26. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? ശരിക്കും പറഞ്ഞ ഇപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ 26 ആണേ, 26 പറഞ്ഞ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ്? 10 എന്ന് പറയുന്നതാണ് ആൻസർ, 1 എന്ന് പറയുന്നതാണ് റിമൈൻഡർ ആയിട്ട് പോകുന്നത്. സോ ഈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്ന് ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല. ഹെക്സാഡെസിമലിന് 10ന് കറസ്പോണ്ടിങ് എ ആണ്. സോ ഇവിടെ എ എഴുതണം. അത് നിങ്ങൾ എപ്പോഴും തെറ്റിക്കരുത്, അത് ശ്രദ്ധിച്ചോണം. 10 11 എന്നൊക്കെ പറഞ്ഞാണ് ആൻസർ നമുക്ക്, അതായത് 10 11 12 ഒക്കെയാണ് ആൻസർ വരുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റ് വേണം എഴുതാൻ ഹെക്സാഡെസിമലിന്റെ കേസിൽ. ഓക്കെ, എന്തുണ്ട്? ഈ 10 എഴുതും, ഈ 1 ഇടാൻ മറന്നു പോരുത്. സോ 1ഉം നമ്മളിവിടെ ഇട്ടു. ഓക്കെ, ഇനി അടുത്ത എന്താണ്? എ പ്ലസ് ഡി പ്ലസ് 1. ഡി എത്രയാണ്? 13. 13 + 1 എത്രയാണ്? 13 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ആണ്. 14 + 10 എന്ന് പറഞ്ഞാൽ 24 എന്ന് വരും. ഓക്കെ, അപ്പൊ 24നെ എങ്ങനെ എഴുതും നമ്മള്? 24നെയും 1 × 16 + 24 1 × 16 + 8. ഓക്കെ, + 8 എന്ന് വരും. + 8 എത്രയാണ്? 8 എന്ന് പറഞ്ഞാൽ 24 ആണ്. അപ്പൊ 24ന്റെ എന്ത് വരും? 8 എന്ന് പറഞ്ഞതായിരിക്കും എന്ത്? ആൻസർ 8 ആയിരിക്കും. 1 എന്ന് പറയുന്നത് ഇവിടുത്തെ റിമൈൻഡർ ആയിട്ട് പോകും. ഈ സെയിം അഡീഷൻ തന്നെയല്ലേ ഇവിടെയും. സോ ഇവിടെ എന്ത് വരും? 8 എന്നായിരിക്കും ആൻസർ, 1 എന്ന് വരും. അതായത് A + 1 + D എന്ന് വെച്ചാലും 24 ആണ്. സോ 24 നമുക്ക് എങ്ങനെ എഴുതാം? 8 എന്ന് എഴുതാം. ഇതിനകത്ത് അപ്പുറം റിമൈൻഡർ പോകാനില്ലാത്തതുകൊണ്ട് 18 എന്ന് എഴുതി. സോ ആൻസർ എത്രയാണ്? 188A എന്നതാണ് ആൻസർ.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താണ് ഹെക്സാഡെസിമലിന്റെ അഡീഷൻ ആണ് നമ്മളിപ്പോൾ നോക്കിയത് അല്ലേ? അപ്പൊ ഹെക്സാഡെസിമലിന്റെ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ABCD എന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ്. അത് നിങ്ങളെ ആൻസർ ഷീറ്റിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. ഓക്കെ, ഒരുപാട് മണക്കണക്കായിട്ട് ചെയ്യാൻ നിൽക്കരുത്, അതുകൊണ്ട് മറന്നു പോകും. അതുപോലെ തന്നെ കാൽക്കുലേറ്ററിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. സയന്റിഫിക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ആ കാൽക്കുലേറ്ററിൽ ചെയ്ത ആൻസർ നിങ്ങൾക്ക് ജസ്റ്റ് ശരിയാണോ അല്ലയോ നോക്കാം. പക്ഷേങ്കിൽ ഇതിന്റെ സ്റ്റെപ്പുകൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്താ ആൻസർ കീയിൽ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാമേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സബ്ട്രാക്ട് 46 to the base 10 from 100 to the base 10 using 2's complement arithmetic. എന്ത് വെച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? 2's complement arithmetic ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. എന്താണ് തന്നിരിക്കുന്ന ഫോം? എന്താണ് 46 to the base 10 and 100 to the base 10. ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ചെയ്യേണ്ടത്. 100ൽ നിന്ന് 46 കുറയ്ക്കുക, അതാണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത്. അത് ഏത് രീതിയിൽ ചെയ്യണം? 2's complement arithmetic ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ 2's complement arithmetic എന്തുണ്ട്, നമ്മൾ ഓൾറെഡി ഒരു 3-4 സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആദ്യം എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് 2's complement മെത്തേഡ് അനുസരിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് എഴുതണം. ഇപ്പം ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, നിങ്ങളെ ഞാൻ വ്യക്തമായിട്ട് എങ്ങനെയാണ് 2's complement arithmetic എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ട സാധനത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് 2's complement. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് 2's complement. സബ്ട്രാക്ട് ചെയ്യേണ്ട ഫൈൻഡ് 2's complement ഓഫ് ദ 2's complement. ഞാനിവിടെ പോയിന്റ് ആയിട്ട് ഇടുന്നതേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ എക്സാമിന് കൃത്യമായിട്ട് എഴുതണം. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷവും നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ കൃത്യമായിട്ട് എഴുതണം. 2's complement ഓഫ് ദ നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ്. സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പറിന്റെ 2's complement കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ 2's complement ഓഫ് ദ നമ്പർ. ഞാനിപ്പോൾ ഇവിടെ പറയുന്നു, ദെൻ ഇത് ചെയ്ത് കാണിക്കാം. അപ്പോൾ ചെയ്ത് കാണിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഫൈൻഡ് ദ 2's complement, അതായത് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് എത്രയാണ് നമ്പർ നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? 46 ആണ്. സോ ഈ നമ്പറിന്റെ ആയിരിക്കും എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഈ നമ്പറിന്റെ 2's complement ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. നമുക്ക് സബ്ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിലും അഡീഷൻ ആയിരിക്കും നടക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഒന്നുകൂടെ പറയാണ്. 46 + 100 ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇതിന്റെ 2's complement കണ്ടുപിടിക്കണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ക്യാരി ഉണ്ടാവും, ക്യാരി ഇല്ലാത്ത സ്ഥിതി വരും. ക്യാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ 2's complement മെത്തേഡ് അനുസരിച്ചിട്ട് ക്യാരിനെ ഡിസ്കാർഡ് ചെയ്യണം. അത് മറന്നു പോകരുത്. ക്യാരിനെ ഡിസ്കാർഡ് ചെയ്യണം. അല്ല ക്യാരി ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ 2's complement കണ്ടിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, അതായത് ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അപ്പം 2's complement എടുത്തിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം ഉള്ള ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ചെയ്ത് ഇതിപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം എത്രയാണ് ആൻസർ കിട്ടേണ്ടത്. 54 ആണല്ലേ? അപ്പം 54ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് ക്രോസ് ചെക്ക് നിങ്ങൾ ചെയ്ത് നോക്കണം. കാരണം എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റും. എല്ലാം 0s 1s ആയിട്ടുള്ള കളിയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ എൻ്റെയർ എന്തായിരിക്കും? ആൻസറേ തെറ്റിപ്പോവും. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ബൈനറി ഫോമിലാണോ? ബൈനറി ഫോമിൽ അല്ലാത്തത് കൊണ്ട് ഫസ്റ്റ് നമ്മൾ ഈ തന്നിരിക്കുന്ന ഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അത് ഞാനിവിടെ കൺവേർഷൻ കാണിച്ചിട്ടില്ല. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആദ്യം എന്താ ചെയ്യേണ്ടത്? 46. ഞാൻ ഒരെണ്ണത്തിന്റെ മാത്രം കാണിക്കാം, മറ്റേ നിങ്ങൾ തനിയെ ചെയ്യണം. ഓക്കെ, 46നെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് വരും? 23. അതിനെന്തെങ്കിലും ഇതുണ്ടോ? ക്യാരി ഉണ്ടോ? ഇല്ല. 0. എത്രയാണ്? 2 വെച്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 11. 11 × 2 എത്രയാണ്? 22. 22 ആകുമ്പോഴത്തേനും 1 റിമൈൻഡർ വന്നു. ദെൻ 2 വെച്ചിട്ട് 5 × 2. 5 × 2 എത്രയാണ്? 10 ആണ്. 1. 2 × 2 എത്രയാണ്? 4. ദെൻ 1 1. ഓക്കെ, ഇവിടെ 1 ആണ്. ഇത് 1 ആണ്. ഓക്കെ, 1. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 0. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1 0 1 1 1 0. 1 0 1 1 1 0. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ നോക്കുക, ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. പക്ഷെ ഇവിടെ എന്താണ്? ഒരു എക്സ്ട്രാ 0 ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഈ 100നെ
എങ്ങോട്ടേക്കാണ് 100നെ ബൈനറിയിലോട്ട് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 7 ബിറ്റ് നമ്പറാണ്. 1 2 3 4 5 6 7 ഒരു 7 ബിറ്റ് നമ്പർ ആയിരിക്കും നമുക്ക് ഇതിന് കിട്ടുക. ഓക്കെ, പക്ഷെങ്കിൽ നമുക്ക് 46നെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് എത്ര കിട്ടിയ 6 ബിറ്റ് നമ്പറാണ്. സോ രണ്ടും കൂടെ നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്താ ചെയ്ത് നമ്മൾ ഇതിനെ അങ്ങോട്ട് 7 ബിറ്റ് ആക്കി. അത് മറക്കരുത് കേട്ടോ. അതായത് ഇതിപ്പം എനിക്ക് കിട്ടിയിരുന്ന വാല്യൂ എത്രയാണ് 101110 എന്ന് പറഞ്ഞ ഒരു 6 ബിറ്റ് ആണ്. ഇത് കിട്ടിയത് 7 ബിറ്റ് ആണ്. സോ 100 - 46 ആണ് ചെയ്യേണ്ടത്. ഇതിനെയും നമ്മൾ എന്താക്കി 7 ബിറ്റ് ആക്കാൻ എന്താ ലെഫ്റ്റ് സൈഡിലോട് ഒരു 0 കൂടെ നമ്മൾ എന്ത് ചെയ്തു ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇപ്പൊ ഈ ചെയ്ത പോലെ തന്നെ നിങ്ങൾ 100 ചെയ്യണം. ഓക്കെ, ഈ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യണം 100നെ അതായത് ഡെസിമൽ ആയിട്ടുള്ള 100നെ ബൈനറിയിലോട്ട് എന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും 1100100 എന്ന് പറയുന്ന ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് ഫൈൻഡ് ദ ടൂസ് കോംപ്ലിമെന്റ്. ഇനി നമ്മുടെ സബ്ട്രാക്ഷനിലോട്ട് പോവാണ്. സബ്ട്രാക്ഷനിലോട്ട് പോകുമ്പോഴത്തേന് എന്താണ് ടൂസ് കോംപ്ലിമെന്റ്, ഏതിന്റെ ടൂസ് കോംപ്ലിമെന്റ് സബ്ട്രാക്ട് ചെയ്യേണ്ടതിന്റെ. സോ 46നെ ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് നമുക്ക് ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുത്തിട്ട് 1 ആഡ് ചെയ്യണം. സോ എന്ത് ചെയ്യണം വൺസ് കോംപ്ലിമെന്റ് എന്ത് വരും 1 0 1 0 0 0 1 പ്ലസ് 1 എന്ത് ചെയ്യണം 1 ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും 1 + 1 എന്താണ് 0 ആണ്. ക്യാരി എന്തുണ്ട് 1 ഉണ്ട്. 1 + 0 എന്താണ് 1 ആണ്. then again 0 0 1 0 1. അപ്പൊ എന്ത് കിട്ടി 1 0 1 0 0 1 0 എന്ന് പറയുന്നതായിരിക്കും എന്ത് 46ന്റെ ടൂസ് കോംപ്ലിമെന്റ്. ഈ ടൂസ് കോംപ്ലിമെന്റ് കിട്ടിയതിന് എന്ത് ചെയ്യണം ഈ 100 എന്ത് ചെയ്യണം ആഡ് ചെയ്യണം. ഓക്കെ, പ്ലസ് എന്ത് ചെയ്യണം 1 1 0 0 1 0 0 1 1 0 0 1 0 0 ആഡ് ചെയ്യാണ്. 0 + 0 എന്താണ് 0 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. 1 + 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. നിങ്ങൾ ഈ ഒരു ഓരോ സ്റ്റെപ്പും നിങ്ങൾ സെന്റൻസ് വൈസ് എഴുതിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, 0 + 1 എത്രയാണ് 1 ആണ്. 0 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 0 ആണ്. 1 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 1 ആണ്. 0 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 ആണ്. 1 + 1 എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ് വിത്ത് ക്യാരി 1. എന്തുണ്ട് ക്യാരി 1 ഉണ്ട്. ഇവിടെ നമ്മുടെ ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് അനുസരിച്ച് എന്താ ചെയ്യേണ്ട ക്യാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഡിസ്കാർഡ് ദ ക്യാരി. ഈ ക്യാരിനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല. ഈ ക്യാരിനെ കളഞ്ഞിട്ട് എഴുതുന്നതായിരിക്കും ആൻസർ. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 1 0 1 1 0. അതായത് 0 1 1 0 1 1 0 എന്ന് പറയുന്നതായിരിക്കും എന്ത് നമ്മുടെ ടൂസ് കോംപ്ലിമെന്റ് വെച്ചിട്ട് 100 - 46 എന്ന് പറയുന്ന നമ്പറിന്റെ ആൻസർ യൂസിങ് ടൂസ് കോംപ്ലിമെന്റ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ ബൈനറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും 54 എന്ന് കിട്ടും. കാരണം 54 അല്ലേ 100 - 46. അത് നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. 54 to the base എന്തായിരിക്കും 10. അതായത് 54 എന്ന് പറയുന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതിന് നമ്മുടെ ആൻസർ എത്രയാണ് 0 1 1 0 1 1 0 എന്നതാണ് എന്ത് സബ്ട്രാക്ട് 46 ഫ്രം എവിടെ നിന്നാണ് 100 യൂസിങ് ടൂസ് കോംപ്ലിമെന്റ് അരിത്തമെറ്റിക്. അപ്പൊ ഈ ടൂസ് കോംപ്ലിമെന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം സ്റ്റെപ്പ് ഫസ്റ്റ് ആയിട്ട് എഴുതണം. അതായത് ഞാനിപ്പം അതിനകത്ത് മൊത്തം 3 സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. ആ 3 സ്റ്റെപ്സ് എന്ത് ചെയ്യണം എഴുതണം. എന്ത് ചെയ്യണം ഫസ്റ്റ് ടൂസ് കോംപ്ലിമെന്റ് ഓഫ് ദ സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് കണ്ടെത്തണം. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വാചകത്തിൽ സെന്റൻസ് എഴുതിയതിനു ശേഷം മാത്രം ഈ ഒരു ലോജിക് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു 1ഉം 0സും എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ ആവും. സ്റ്റെപ്പ് 1 എന്ന് എഴുതണം. സ്റ്റെപ്പ് 1 ഫൈൻഡ് ദ ടൂസ് കോംപ്ലിമെന്റ് ഓഫ് ദ നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ്. ഫസ്റ്റ് ഇപ്പൊ ഇതിനകത്ത് തന്നിരിക്കുന്നത് എന്താണ് ഡെസിമൽ ആണ് തന്നത്. അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതിനൊക്കെ എന്തുണ്ട് മാർക്കുണ്ട് ഇതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇത് എന്തായാലും ഒരു 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ഈ 46നെ 8ലോട്ട് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം അടുത്ത നമ്പറിനെയും കൺവേർട്ട് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇതിലാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമിലായിരിക്കാം തന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഒക്ടൽ നമ്പർ ആകാം. അതൊക്കെ ടൂസ് കോംപ്ലിമെന്റ് അരിത്തമെറ്റിക് ഉപയോഗിച്ച് എങ്ങനെ സബ്ട്രാക്ട് ചെയ്യണം എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ഇതിനെ നേരെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റെപ്പുകൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം.
ഓക്കെ, ഫസ്റ്റ് 2's കോംപ്ലിമെന്റ് കണ്ടെത്തണം, അതിനുശേഷം ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്യാരിനെ ഡിസ്കാർഡ് ചെയ്യണം. ക്യാരി ഉണ്ടെന്നുണ്ടെങ്കിൽ 2's കോംപ്ലിമെന്റ് ആയതുകൊണ്ട് ഡിസ്കാർഡ് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ ഇത് 1's കോംപ്ലിമെന്റ് അരിത്തമെറ്റിക് യൂസ് ചെയ്തും ചെയ്യാം. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ 1's കോംപ്ലിമെന്റ് യൂസ് ചെയ്തും ചെയ്യാം. ആൻസർ എത്ര തന്നെയായിരിക്കും? 54 തന്നെയായിരിക്കും. പക്ഷെ എന്താവും? സ്റ്റെപ്സിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളിത് എക്സ്ട്രാ ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ യൂസിങ് 1's കോംപ്ലിമെന്റ് അരിത്തമെറ്റിക് യൂസ് ചെയ്തിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കണം. ഓക്കെ, നമ്പർ സിസ്റ്റത്തിൽ എന്തായാലും പ്രോബ്ലംസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുക. ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തിയറി പാർട്ട് ഒന്നും എടുക്കുന്നില്ല, പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനൂടെ നോക്കാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ 1's കോംപ്ലിമെന്റ് ആൻഡ് 2's കോംപ്ലിമെന്റ് ഓഫ് -26. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടല്ലോ, സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. മൈനസ് എന്ന് പറയുന്ന ഒരു സൈൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. -26 എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഡെസിമൽ പോയിന്റിലാണ് തന്നിരിക്കുന്നത്. എന്തൊക്കെ കണ്ടുപിടിക്കണം? 1's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം, 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ ഒരു ബൈനറി നമ്പർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? 1's കോംപ്ലിമെന്റും 2's കോംപ്ലിമെന്റും കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാലോ. ഫസ്റ്റ് കാണിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ എന്ത്? സൈൻ ബിറ്റ്. ഇത് സൈൻ ബിറ്റും ഇത് നമ്മുടെ എന്തായിരിക്കും? 26. ഇത് സൈൻ കാണിച്ചിരിക്കുന്നതാണ്, മൈനസും പ്ലസും ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് സൈൻ ബിറ്റ്. ഓക്കെ, ദിസ് ഈസ് സൈൻ. ഇപ്പോൾ 26 ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 26നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 1's കോംപ്ലിമെന്റ് എടുക്കാൻ പറ്റൂ. എന്ത് വരും? 13 വരും. 13 എന്താണ്? 0. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 × 2 12 1 ആണ്. 2 വെച്ച് ചെയ്യുമ്പോൾ എന്താണ്? 3 ഈക്വൽ ടു, അതിന് ക്യാരി എത്ര വരും? 1. ദെൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 2 × 2 എത്രയാണ്? സോറി, ഇത് 1 ആണ്. 1 × 2 2 ആണ്. ദിസ് ഈസ് 1. ഇത് 1 ആണ്. 1 0. അപ്പം എന്താ കിട്ടുക? 1 0 ആണോ? അവിടെ തെറ്റിപ്പോയി. ഓക്കെ, ഒരു മിസ്റ്റേക്ക് പറ്റി. കണ്ടോ? ഇവിടെ എത്രയാണ്? 3ക്ക് ഇവിടെ എന്താ ക്യാരി എത്രയാലും വരുമോ? ഇല്ല, 1 ഇല്ല, 0 ആണ്. ഓക്കെ, 3 × 2 6 ആണ്, സോ 0 ആണ്. 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, സോ 1 1. നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ 26ന്റെ കറസ്പോണ്ടിങ് എന്താണ് വരിക? 1 1 0 1 1 0 1 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 26 ആണ്. ഇതാണ് എന്ത്? കറസ്പോണ്ടിങ് 26ന്റെ ബൈനറി നമ്പറാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. 11010 11010 എന്നുള്ളതാണ് ബൈനറി നമ്പർ. ഇനി എന്താ നമ്മളോട് തന്നിരിക്കുന്ന മൈനസ് ആണ്. മൈനസ് നമ്മൾ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം? സൈൻ ബിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. മൈനസിന് നമ്മൾ 1ഉം +26 ആണെന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ മൈനസ് എങ്ങനെ നമ്മൾ കാണിക്കുക? 1 എന്ന് പറയും. സൈൻ ബിറ്റ് എന്തായിരിക്കും? സൈൻ ബിറ്റ് 1 ആയിരിക്കും, മൈനസ് റെപ്രസെന്റേഷൻ. അപ്പൊ -26ന്റെ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് സൈൻ ബിറ്റ്. വിട്ടു പോകരുത്, ദിസ് ഈസ് സൈൻ ബിറ്റ്. അപ്പൊ ഈ 1 എന്ന് കാണിക്കുന്നത് എന്താണ്? സൈൻ ബിറ്റ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ആക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ ബൈനറി വാല്യൂ. ഇത് സൈൻ ബിറ്റ്, ഇത് ആക്ച്വൽ ബൈനറി വാല്യൂ. നമ്മൾ ഇതിനെ എങ്ങനെയാണ് 1's കോംപ്ലിമെന്റ് റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന സൈൻ ബിറ്റിന് നമ്മൾ എന്ത് ചെയ്യില്ല? 1's കോംപ്ലിമെന്റോ 2's കോംപ്ലിമെന്റോ ഒന്നും ചെയ്യില്ല. ദാറ്റ് ഈസ് ഷോ. അത് സൈൻ ബിറ്റിനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ സൈൻ ബിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. അതിനുശേഷം കാണിച്ചിരിക്കുന്ന ആക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ ബൈനറി ഉണ്ടല്ലോ, ഇതിന്റെ 1's കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായി? ഈ -26ന്റെ 1's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആയി. ഇതിന്റെ 1's കോംപ്ലിമെന്റ് എടുക്കണം. ഏതിന്റെയാ? നമുക്ക് കിട്ടിയ ആക്ച്വൽ ബൈനറിയുടെ. ആക്ച്വൽ ബൈനറി എന്താണ്? 11010 ആക്ച്വൽ ബൈനറി. ഇതാണ് ആക്ച്വൽ ബൈനറി 11010. അപ്പൊ എന്ത് വരും? ഈ 1 ഇങ്ങനെ തന്നെ വരും. ഇതിന്റെ ബൈനറി വാല്യൂ പറഞ്ഞത് ഇതിന്റെ ഈ ടേമിന്റെ 11010യുടെ ബൈനറി 11010. ഈ 1 ഇവിടെ ഉണ്ട്. 110ക്ക് എന്താണ്? 0 0 എന്താണ്? 110. ദാറ്റ് ഈസ് 1 0 1. ഇതായിരിക്കും എന്ത്? -26ന്റെ
-26ന്റെ വൺസ് കോംപ്ലിമെന്റ് ഫോം. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഫസ്റ്റ് ബിറ്റ് എന്ന് കാണിച്ചിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈൻ ബിറ്റ് ആണ്. ആ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അത് 1 ആയിരിക്കും. സോ ആ 1 നമ്മൾ ഒന്നും മാറ്റിയിട്ടില്ല. ആ 1 കാണിച്ചിട്ട് പിന്നെ എന്താണ്? വൺസ് കോംപ്ലിമെന്റ് ഓഫ് ദ ബൈനറി. നമ്മൾ ബൈനറി ഓൾറെഡി കണ്ടുപിടിച്ചു, അതിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുത്തു. അതായിരിക്കും എന്ത്? ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പൊ ടൂസ് കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഇതുപോലെ തന്നെ സൈൻ ബിറ്റിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. സൈൻ ബിറ്റ് അങ്ങനെ തന്നെയായിരിക്കും. അതിനുശേഷമുള്ള നമ്മുടെ ഒറിജിനൽ ബൈനറി ഉണ്ടല്ലോ, നമ്മൾക്ക് ബൈനറി കിട്ടിയേ, അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് എടുക്കും. അതെങ്ങനെ റെപ്രസെന്റ് ചെയ്ത് നോക്കാമേ. ഫസ്റ്റ് എന്താണ്? സൈൻ ബിറ്റ്. ദിസ് ഷോസ് സൈൻ ബിറ്റ്. ഈ സൈൻ ബിറ്റ് എന്താണ്? നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ സൈൻ ബിറ്റ് 1 ആയിരിക്കും. ബാക്കി എന്താണ്? നമ്മുടെ ആക്ച്വൽ 26ന്റെ ബൈനറി എത്രയാണ്? 11010 എന്നുള്ളതാണ് 26ന്റെ ബൈനറി. അതിന്റെ എന്തായിരിക്കും? ആ നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് ആയിരിക്കും. ഓക്കെ, അതിന്റെ ടൂസ് കോംപ്ലിമെന്റ്. ഇതൊന്ന് ജസ്റ്റ് എഴുതിയിട്ടിരുന്നാൽ മതി കേട്ടോ, എളുപ്പമാണ്. ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് എടുക്കും. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യില്ല? സൈൻ ബിറ്റിനെ അങ്ങനെ തന്നെ നിർത്തും. ടൂസ് കോംപ്ലിമെന്റ് എന്താ എടുക്കുക? വൺസ് കോംപ്ലിമെന്റ് എടുത്തിട്ട് 1 ആഡ് ചെയ്യും. അപ്പൊ ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് ഇവിടെ കിടപ്പില്ലേ? എത്രയാണ് വൺസ് കോംപ്ലിമെന്റ്? 0 0 1 0 1 ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടൂസ് കോംപ്ലിമെന്റ് കിട്ടും. 1 ആഡ് ചെയ്യാണ്. 1 + 1 എന്താണ്? 1 + 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്, ക്യാരി 1 ആണ്. സോ 1 1 0 0. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? 0 0 1 0. അതല്ല ഇവിടെ കിടക്കുന്ന 0 0 1 0. സൈൻ ബിറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ലെഫ്റ്റിലെ മോസ്റ്റ് കാണിച്ചിരിക്കുന്നത് എന്താണ്? സൈൻ ബിറ്റ് ആണ്. -26ന്റെ റെപ്രസെന്റേഷൻ. അപ്പം ഇത് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. എന്താണ്? വൺസ് കോംപ്ലിമെന്റ്, ടൂസ് കോംപ്ലിമെന്റ് ഓഫ് എ മൈനസ്. അതൊരു സൈൻ നമ്പർ ആണ്. അതിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം തന്നിരിക്കുന്ന ഡെസിമലിനെ നമ്മൾ കറസ്പോണ്ടിങ് ബൈനറി ആക്കി കൺവേർട്ട് ചെയ്തു. ഈ ഒരു ബോക്സ് ഇത് മാത്രം ഓർത്താൽ മതി. സൈൻ ബിറ്റിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് വൺസ് കോംപ്ലിമെന്റ് ഓഫ് ദ ഒറിജിനൽ ബൈനറി. അതിനുശേഷം എന്ത്? സൈൻ ബിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് ടൂസ് കോംപ്ലിമെന്റ് ഓഫ് ദ ഒറിജിനൽ ബൈനറി എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ വൺസ് കോംപ്ലിമെന്റ് ആൻഡ് ടൂസ് കോംപ്ലിമെന്റ് ഓഫ് -26 നമുക്ക് കിട്ടി. ഒരു നിങ്ങൾ തനിയെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കണം. വൺസ് കോംപ്ലിമെന്റ് ആൻഡ് ടൂസ് കോംപ്ലിമെന്റ് ഓഫ് -7 എന്ന് പറയുന്ന ഒരു ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക? നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. ഓക്കെ, എത്രയാണ്? -7 എന്ന് പറയുന്ന നമ്പറിന്റെ എന്തെടുക്കണം? വൺസ് കോംപ്ലിമെന്റ് ആൻഡ് ടൂസ് കോംപ്ലിമെന്റ് നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കണം. -7, അതുപോലെ തന്നെ -13, അങ്ങനെ 1-2 നമ്പേഴ്സും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തായിരിക്കും? സൈൻ ബിറ്റ് ആണ്. ആ സൈൻ ബിറ്റിനാണ് നമ്മുടെ ഈ ലെഫ്റ്റ് മോസ്റ്റ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു ബിറ്റിനെയും, അതായത് നമ്മൾ വൺസ് കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ ഒരിക്കലും ഈ സൈൻ ബിറ്റിന് എന്ത് ചെയ്യില്ല? വൺസ് കോംപ്ലിമെന്റോ ടൂസ് കോംപ്ലിമെന്റോ ഒന്നും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് എന്താണ് നമ്പർ സിസ്റ്റത്തിന്റെ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് തന്നെ ചെയ്ത് നോക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി, അതായത് ഇതിന്റെ ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് ഇനിയും ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ബേസിക് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.